ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM ഈഴവ സമുദായത്തെയും SNDPയെയും വെള്ളാപ്പള്ളി നടേശനെയും പ്രതിസ്ഥാനത്തു നിർത്തി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. CPMകാരുടെ ധാർഷ്ട്യവും നിലവാര തകർച്ചയും ചർച്ചയാക്കി പുനർവിചിന്തനം നടത്തുന്നതിനുപരി ഈഴവ സമുദായത്തിന്റെ വോട്ട് നഷ്ടമായെന്ന് വിലപിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും ചേർന്ന് പരാജയത്തിന്റെ ഉത്തരവാദിത്വം വെള്ളാപ്പള്ളി നടേശനിൽ വെച്ചുകെട്ടാനുള്ള ശ്രമമാണ് നടന്നത്. പാർട്ടിയുടെ ഈഴവ വോട്ടുകൾ ചോർന്നു, അത് BJPക്ക് പോയി എന്നും SNDP ആണ് ഇതിന് ഉത്തരവാദി എന്നുമാണ് CPM വാദം. ഈഴവരുടെ വോട്ട് CPMനാണ് എന്ന് ആരും പറഞ്ഞു വെച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇവരുടെ ഈ ആവലാതി എന്തിനാണ്? വ്യക്തികളെന്ന നിലയ്ക്കും പൗരന്മാരെന്ന നിലയ്ക്കും ഏതു തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഏതൊരു പൗരനെയും പോലെ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കുമുണ്ട്. ഇതിനു മുൻപും ഈഴവ സമുദായം മാറി ചിന്തിച്ചത് കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം തോറ്റ ചരിത്രമുണ്ട്. BJPക്ക് വോട്ട് ചെയ്തതാണ് ഈഴവരുടെ കുറ്റമെങ്കിൽ അതിന് CPMന്റെ അനുമതി ആർക്കും ആവശ്യമില്ല. ഈഴവരടക്കമുള്ള പിന്നോക്ക സമുദായങ്ങളെ നിയന്ത്രിക്കാമെന്ന വ്യാമോഹം ഇനിയുള്ള കാലം CPMന് വേണ്ട. വെള്ളാപ്പള്ളി വിരുദ്ധ വികാരം ഈഴവരിൽ കുത്തിത്തിരുകാൻ മനഃപൂർവ്വം ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈഴവ വോട്ട് BJPയിലേക്ക് ചോർന്നതായി കേന്ദ്ര കമ്മിറ്റിയിലും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചവർ ജനങ്ങളിൽ നിന്ന് അകന്ന് കുത്തക മുതലാളിമാരുടെ കുഴലൂത്തുകാരാവുകയും ബന്ധു നിയമനവും കമ്മീഷൻ അടിയും ഒക്കെയായി തുടരുന്നത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്കാതെ വീണ്ടും ചെളിവാരിയെറിയൽ തുടർന്നുകൊണ്ടിരുന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വരും തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുമെന്ന് മനസ്സിലാക്കിയാൽ നന്ന്. പ്രാണൻ നൽകിയും വെള്ളാപ്പള്ളി നടേശനായി പോരാടുമെന്ന് SNDP നേതൃയോഗം പ്രമേയം പാസാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അവർ നടപ്പാക്കുകയും ചെയ്യും. വെള്ളാപ്പള്ളി നടേശന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും SNDP യോഗത്തിന്റെ കേരളത്തിൽ നിന്ന് പുറത്തുമുള്ള സംഘടനയുടെ ഭാരവാഹികൾ ചേർന്ന് അംഗീകരിച്ച പ്രമേയത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. BJPയും SNDPക്ക് പൂർണ്ണ പിന്തുണയുമായുണ്ട്. CPMന്റെയും ഇടതുമുന്നണിയുടെയും ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങളിലൊന്ന് മതന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ധ്രുവീകരണമാണ്. കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെ പോലും കടത്തിവെട്ടുന്ന മുസ്ലിം പ്രീണനമാണ് CPM നടത്തി വന്നത്. ദേശീയ തലത്തിൽ CPM ഒന്നുമല്ല എന്ന് അറിയാവുന്നവർ പാർട്ടിയെയും മുന്നണിയെയും കയ്യൊഴുകിയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെയായിരുന്നു സംഭവിച്ചത്. പാലസ്തീനിലെ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിനെ പിന്തുണയ്ക്കുന്നതുൾപ്പെടെ അന്നത്തേക്കാൾ കടുത്ത പ്രീണനം നടത്തിയിട്ടും CPMനെ ആളുകൾ കയ്യൊഴിഞ്ഞു.